നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു. മീര എന്നായിരുന്നു ക്ലൈൻറ്റിൻ്റെ പേര്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലൈൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് നാളുകൊണ്ട് ഭയങ്കര കമ്പനിയായ ഒരു ഫാമിലി ആയിരുന്നു. മീനയും അനിയത്തി മീനാക്ഷിയും അച്ഛനും അമ്മയും എല്ലാം ആയിട്ട്. അപ്പോൾ ഈ കല്യാണത്തിന് സമയമായപ്പോഴത്തേക്ക് നമ്മളിൽ പയ്യനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ബ്രദർ വേണമെന്ന് പറഞ്ഞ സമയത്ത് മീര പറഞ്ഞ ആദ്യത്തെ ഒറ്റ ഡിമാൻഡ്, എനിക്ക് ബ്രദറില്ല, പകരം എൻ്റെ അനിയത്തിയായിരിക്കും പയ്യനെ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞു. ശരിക്കും ആദ്യം അത് കേട്ടപ്പോൾ നമുക്ക് ദൈവമേ എങ്ങനെ ഇരിക്കും സ്വീകരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആങ്ങളമാരാണല്ലോ സ്വീകരിക്കുന്നതെന്ന് തോന്നിയെങ്കിലും അവർ എന്താ പറയുക, മീനാക്ഷിയും ഫ്രണ്ട്സും കൂടെ നല്ല അടിപൊളിയായിട്ട് പയ്യനെ സ്വീകരിച്ച് കാലിയും കഴിയും മാലയിട്ട് ബൊക്കയും കൊടുത്ത് സ്റ്റേജിൽ കൊണ്ടിരുത്തി. ശരിക്കും പലർക്കും അത് കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര രസം തോന്നുന്ന ഒരു ഇതായിരുന്നു. ഇത് ശരിക്കും ആങ്ങളമാർ സ്വീകരിക്കണം എന്നുള്ളൊരു റിച്വലുണ്ട്. എങ്കിൽ പോലും നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആരാണോ അവരാണ് എപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ കല്യാണം വരുമ്പോൾ വിളക്കെടുക്കാനായാലും അത് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. റിച്വൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അമ്മായിമാരെ നിൽക്കണം, ആങ്ങളമാർ കൂടെ വരണം, ആങ്ങളമാരാണ് കാലി കഴിയുന്നത്, മാലയിടുന്നത്, എല്ലാം റിച്വൽസിൻ്റെ ഭാഗമായിട്ട് വരും. പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആൾക്കാരത് ചെയ്യുമ്പം അതിന് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്.